ഷെമി പലപ്പോഴായി അബ്ദുൾ റഹീമിനോട് പറയുകയാണ്, എനിക്ക് അഫാനെ കാണണം, അഫാനെ കണ്ടേ മതിയാകൂ. മാത്രമല്ല ഷെമി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മളെയൊക്കെ ഇപ്പോഴും ചോദ്യമുനയിൽ നിർത്തുന്നത്. താൻ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്ന ഷെമി ഒരു 100 ആവർത്തിച്ചു പറയുകയാണ്. എന്തിനാണ് ഷെമി കള്ളം പറയുന്നത്? ആരെ രക്ഷിക്കാനാണ് ഷെമി കള്ളം പറയുന്നത്? സ്വയം രക്ഷയ്ക്കാണോ അതോ മകനെ രക്ഷപ്പെടുത്തിയെടുക്കാനാണോ? പറയാനുള്ള കാരണം അഫാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉമ്മയെയാണ് ആദ്യം അതിക്രൂരമായി ഉപദ്രവിച്ചത്. ഉമ്മയും ഞാനും കൂടി ഫെബ്രുവരി 24 വീടിൻ്റെ വരാന്തയിലിരുന്ന് അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തിരുന്ന് സംസാരിക്കുകയാണ്. ഇത്രയും രൂപയുടെ കടമുണ്ട്, ആ കടം നമ്മളെ കൊണ്ട് ഇനി തീർക്കാൻ കഴിയില്ല. പോലീസിൻ്റെ കണക്കിൽ 40 ലക്ഷമാണ്, അഫാൻ്റെയും ഷെമിയുടെയും കണക്കിൽ 65 ലക്ഷം രൂപയാണ്. ആ കടം ഇനി തീർക്കാൻ കഴിയില്ല, സഹായിക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മരിക്കാം. അപ്പോൾ അഫാൻ പറയുന്നു, ഉമ്മ വെക്കോ, ഞാൻ അനിയനെയും കൂട്ടി അങ്ങ് വരാം എന്ന് പറയുന്നു. ഉടൻ തന്നെ അഫാൻ ഉമ്മ തലയിലിട്ടിരുന്ന ഷോൾ കഴുത്തിൽ ചുറ്റി വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. അതിനുശേഷം ഉമ്മയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചതിനു ശേഷം മുറിയിലേക്ക് പൂട്ടിയിട്ടിട്ട് പോകുന്നു. പിന്നെയും വന്ന് ഉമ്മയ്ക്ക് ബോധമുണ്ട് എന്ന് കണ്ടപ്പോൾ ഉമ്മയെ വീണ്ടും അതിമാരകമായി ഉപദ്രവിക്കുകയാണ് അഫാൻ ചെയ്യുന്നത്.